നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 35 ആണ്. ഇന്ന് പഠിക്കേണ്ട SCRT പാഠഭാഗം 6th സ്റ്റാൻഡേർഡ് SCRT സയൻസ് ചാപ്റ്റർ 7 ആകർഷിച്ചും വികർഷിച്ചും. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കാന്തങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചാപ്റ്ററിലേക്ക് പോയാലോ. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. പിന്നെ നമ്മുടെ ഈ 10th മെയിൻസിന്റെ 100 ഡേയ്സ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കണം. ഫ്രീ ആയിട്ട് തന്നെയാണ്, എല്ലാം ഫ്രീ ആയിട്ടാണല്ലോ. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ടൈം ഷെഡ്യൂള്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, ഗൈഡൻസ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ടായിരിക്കും. തുടങ്ങാം. സിക്സ്ത് സ്റ്റാൻഡേർഡ് സയൻസ് ചാപ്റ്റർ 7 ആകർഷിച്ചും വികർഷിച്ചും. ഇതില് 6th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ആദ്യത്തെ പോയിന്റ്, കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ എന്തെന്ന് പറയാം? കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയാം. അപ്പൊ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. അപ്പൊ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളോ അകാന്തിക വസ്തുക്കളാണ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഈ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. അകാന്തിക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഉദാഹരണം പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ മുതലായവയൊക്കെ അകാന്തിക വസ്തുക്കളാണ്. ഇനി കാന്തം കണ്ടെത്തിയ കഥ. അപ്പൊ ഈ ബോക്സിനകത്തൊരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് ആടുകളെ മേച്ച് നടക്കുകയായിരുന്നു. ഒരു പാറ ചവിട്ടി കയറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ. പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു വന്നു. ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. ഇത്തരം കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. അപ്പൊ ഇവിടെ നോക്കാനുള്ള ഒരു പോയിന്റ്, പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങളാണ് ലോഡ് സ്റ്റോൺ. ഇനി കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെ? ഇരുമ്പ്, ഉരുക്ക്. അപ്പൊ ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഇനി വ്യത്യസ്ത ഇനം കാന്തങ്ങളുണ്ട്. ബാർ കാന്തം, ബാർ മാഗ്നറ്റ്, യു ഷേപ്പിലുള്ള കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. ഇങ്ങനെ വിവിധ ഷേപ്പുകളെ അടിസ്ഥാനമാക്കി, ആകൃതിയും വലുപ്പത്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെയാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. ഇനി ഈ കാന്തങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇരുമ്പ് മാത്രം ഉപയോഗിച്ചിട്ടല്ല, ഇരുമ്പിന്റെ കൂടെ മറ്റു മൂലകങ്ങൾ, ഉദാഹരണം അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കാന്തങ്ങൾ. അതായത് ഈ ഒരു പദാർത്ഥം അൽനിക്കോ എന്ന് പറയും. അൽനിക്കോയിൽ എന്തൊക്കെയുണ്ട്? അലുമിനിയം ഉണ്ട്. അൽനിക്കോ, ALNICO, അൽനിക്കോയില് AL അലുമിനിയം, N എന്ന് പറയുന്ന നിക്കൽ, I എന്ന് പറയുന്ന അയൺ, CO എന്ന് പറയുമ്പം കൊബാൾട്ട്. ഇത്രയും മൂലകങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹ സങ്കരം ഉപയോഗിച്ചിട്ടാണ്, അലോയി ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. കൂടാതെ നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇരുമ്പിന്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കരത്തിന്റെ പേരെന്താ? അൽനിക്കോയാണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അലോയിയാണ് അൽനിക്കോ. ഇനി കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പ്രധാന പദാർത്ഥങ്ങൾ ഏതൊക്കെയാ? നിയോഡിമിയം, സമേറിയം എന്നിവയാണ്. ഇനി കാന്തങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്? കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ
TV, റേഡിയോ, മൈക്ക് സെറ്റ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്പീക്കറുകളാണ്. അപ്പൊ സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും ഒക്കെ കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കാന്തങ്ങൾ, മോട്ടോറിൽ കാന്തങ്ങളുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തം ഏതാ? മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തമാണ് റിംഗ് ട്യൂബ്. അപ്പൊ മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങൾ ഏതൊക്കെയാ? റിംഗ് ട്യൂബ് കാന്തങ്ങൾ അല്ലെങ്കിൽ ചാപ ആർക്ക് രൂപത്തിലുള്ള കാന്തങ്ങൾ. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങൾ ഏതൊക്കെയാ? റിംഗ് ട്യൂബ് കാന്തം അല്ലെങ്കിൽ ചാപ ആർക്ക് ആകൃതിയിലുള്ള കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാന്തം എടുക്കുവാണേ. ഈ കാന്തത്തിന്റെ ശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതൊരു ബാർ മാഗ്നറ്റാ. ഈ ബാർ മാഗ്നറ്റിന് 2 ധ്രുവങ്ങളും ഉണ്ട്, ഒരു മിഡിൽ പോർഷനും ഉണ്ട്. അപ്പൊ ഇതിലെ ഈ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കുമോ കാന്തത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? അല്ല. ഈ കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ ധ്രുവങ്ങളിലാണ്. കണ്ടോ, ഇവിടെ ധ്രുവങ്ങളിലല്ലേ കൂടുതലായിട്ടും പറ്റിപ്പിടിച്ചേക്കുന്നത്. അപ്പൊ കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളിലാണ്. ഈ അഗ്രഭാഗങ്ങളെ എന്താ വിളിക്കുന്നത്? കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ വിളിക്കുന്ന പേരെന്താ? കാന്തിക ധ്രുവങ്ങൾ, മാഗ്നറ്റിക് പോൾസ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു കാന്തം തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ കാന്തം ഏത് ദിശയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഒരു കാന്തം നമ്മളിങ്ങനെ തൂക്കിയിട്ട കാന്തം അല്ലെങ്കിൽ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ എന്ന് പറയുന്നത് തെക്ക് വടക്ക്, സൗത്ത് നോർത്ത് ഡിറക്ഷനിലായിരിക്കും. തെക്ക് വടക്ക് ദിശയിലായിരിക്കും സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇനി 2 കാന്തങ്ങള് അടുത്തടുത്ത് കൊണ്ടുവരുവാണേ. ഇപ്പം ഒരു കാന്തത്തിന് നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്, ഉത്തര ധ്രുവവും ഉണ്ട്, ദക്ഷിണ ധ്രുവവും ഉണ്ട്. മറ്റൊരു കാന്തം, ഇവിടെ 2 ബാർ മാഗ്നറ്റ് എടുത്തേക്കുന്നത്, അതിന് സൗത്ത് പോളും ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്. ഇപ്പോ ഈ 2 കാന്തങ്ങളുടെ സൗത്ത് പോൾസ് രണ്ടും അടുത്തടുത്ത് വരിക എന്ന് വിചാരിക്കാം. സൗത്ത് പോൾസ് രണ്ടും അടുത്തടുത്ത് വരുമ്പോൾ എന്തോ ചെയ്യും? അട്രാക്ട് ചെയ്യുവോ അല്ലെങ്കിൽ റിപ്പല് ചെയ്യുവോ? ആകർഷിക്കുവോ വികർഷിക്കുവോ? റിപ്പലാണ് ചെയ്യുന്നത്. അതായത് ഒരുപോലെയുള്ള ധ്രുവങ്ങൾ, കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങൾ എന്താ ചെയ്യുന്നത്? വികർഷിക്കുകയാണ് ചെയ്യുന്നത്. കാന്തത്തിന്റെ ഒരേപോലുള്ള ധ്രുവങ്ങളെ പറയുന്ന പേരാണ് സജാതീയ ധ്രുവങ്ങൾ, സെയിം പോൾസ് അല്ലെങ്കിൽ സിമിലർ പോൾസ്. സജാതീയ ധ്രുവങ്ങൾ എന്തോ ചെയ്യും? വികർഷിക്കും. വികർഷിക്കാന്ന് വെച്ചാൽ അവർ തെന്നി മാറും, റിപ്പല് ചെയ്യും എന്ന് പറയും. ഇനി കാന്തത്തിന്റെ നോർത്ത് പോൾ, ഒരു കാന്തത്തിന്റെ നോർത്ത് പോളും മറ്റൊരു കാന്തത്തിന്റെ സൗത്ത് പോളുമാണ് അടുത്തടുത്ത് വന്നേക്കുന്നതെന്ന്. അപ്പൊ എന്ത് ചെയ്യും? ഇവര് ആകർഷിക്കും. ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളവർ എന്ത് ചെയ്യും? പെട്ടെന്ന് ആകർഷിക്കും. അപ്പൊ കാന്തത്തിന്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് വിജാതീയ ധ്രുവങ്ങൾ എന്ന. ഈ വിജാതീയ ധ്രുവങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇല്ലേ താഴെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാമാണ് ശരിയായത്? ഇവിടെ നോക്കിക്കേ, 2 കാന്തങ്ങള് നോർത്തും അടുത്ത്, സൗത്തും അടുത്ത്. അപ്പൊ ഇങ്ങനെ ചേർന്നിരിക്കുവോ? ഇല്ല, ഇവര് റിപ്പലാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, സൗത്തും നോർത്തും അടുത്ത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ആകർഷിക്കും. ശരിയാ. ഇനി ഇവിടെ നോക്കിക്കേ, നോർത്ത് സൗത്ത്, ബാക്കി നോർത്ത് സൗത്ത്. അപ്പൊ ഇവിടെ നോർത്തും സൗത്തും ആണ് അടുത്തടുത്ത്, അതും എന്ത് ചെയ്യും? ആകർഷിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ്, കാന്തത്തിന്റെ ഒരേതരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നുമാണ് വിളിക്കുന്നത്. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? ആകർഷിക്കും. ഇനി ഒരു കാന്തം എടുത്തു കഴിഞ്ഞാലേ കാന്തത്തിന് ചുറ്റും ഒരു മണ്ഡലം ഉണ്ടായിരിക്കും. അതായത് കാന്തത്തിന്റെ ആകർഷണ പരിധി എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് കാന്തിക മണ്ഡലം. ഫോർ എക്സാമ്പിൾ, ഒരു കാന്തം ഇരിക്കാം. അപ്പൊ ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലം ഇത്രയും ഏരിയ ആയിരിക്കും. ഈ ഏരിയക്ക് പുറത്ത് നമ്മളിപ്പോ ഒരു മുട്ടുസൂചി വെക്കുവാണെങ്കിൽ ഈ കാന്തം ഇതിനെ ആകർഷിക്കുവോ? ഇല്ല. ഇതിന്റെ അകത്ത്, അതായത് കാന്തിക മണ്ഡലത്തിന്റെ അകത്ത് എന്തെങ്കിലും ഈ കാന്തത്തിന് ആകർഷിക്കാൻ പറ്റിയ കാന്തിക വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാന്തം ആകർഷിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ മീനിങ് എന്തുവാ? കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് കാന്തിക മേഖല അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കും. ഈ കാന്തത്തിന്റെ
ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി എന്തായിരിക്കും? കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞത് ഈ പോൾസിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലായിരിക്കും. ഇനി ധ്രുവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ധ്രുവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുമ്പോൾ കാന്തിക ശക്തിയുടെ തോതും കുറഞ്ഞ് വരും. അപ്പൊ കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവും ആയിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്ന പേരെന്തുവാ? കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വളരെ ഈസിയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് കാന്തത്തിന്റെ കുറച്ച് സവിശേഷത, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറച്ച് സവിശേഷതകൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതിൽ കൂടുതലും എക്സ്പെരിമെന്റ്സ് ആണ്. ഇവർക്ക് ഇങ്ങനെ എക്സ്പെരിമെന്റ്സിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. നമുക്ക് കൺക്ലൂഷൻ മതി. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.